ഒരു സമയത്ത് ക്ലബ്ബ് അടച്ചുപൂട്ടാൻ പോലും ചിന്തിച്ചിരുന്നുവെന്ന് ക്ലബ് സിഇഒ വെളിപ്പെടുത്തിയിരുന്നിടത്തു നിന്ന് ISL കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഈ ടീം ഇത്തവണ കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ സീസണിൽ കിരീടം നേടുക എന്നതിനേക്കാൾ സർവൈവ് ചെയ്യുക എന്നതിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നതെന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പ്രധാന വിദേശ താരങ്ങളെ നഷ്ടമായി പകരം വന്നവർ ആരാണ് എന്താണ് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അവരിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കാമെന്നതിൽ പോലും ആരാധകർക്ക് കൃത്യമായ ഐഡിയ ഇല്ല. കാലം മാത്രമായിരിക്കും അതിന് ഉത്തരം നൽകുക. മധ്യനിരയിൽ പരിചയസമ്പന്നനായ റോളിൻ ബോജസിനെ കൊണ്ടുവന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. 13 മത്സരങ്ങൾ മാത്രമുള്ള സീസണിൽ എല്ലാ മത്സരങ്ങളിലും റോളിൻ്റെ സേവനം ഉറപ്പാക്കാനായാൽ അത് പരിശീലകന് അനുഗ്രഹമാകും. ഐമൻ അസർ, നോറ, അമയ് ഇവരെ നഷ്ടമായത് വലിയ തിരിച്ചടി തന്നെയാണ്. പകരം അജിസൽ, എബിൻ, ജഗന്നാഥ് എന്നീ താരങ്ങളെ അക്കാദമിയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ അമയെ നഷ്ടമായത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. ഫോമിലില്ലാത്ത സന്ദീപ് ആണിപ്പോൾ ആ പൊസിഷനിൽ നമ്മുടെ ഫസ്റ്റ് ചോയ്സ്. സന്ദീപ് അവസരത്തിനൊത്ത് ഉയർന്നില്ലെങ്കിൽ ആ പൊസിഷനിൽ ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റ് പോലും നമുക്ക് ഈ സീസണിലില്ല. ഫൈനലി ഈ സീസണെക്കുറിച്ച് പ്രതീക്ഷിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യ 10 ഫിനിഷ് ചെയ്താൽ പോലും ഈ സീസൺ ഒരു സക്സസ് ആയി കണക്കാക്കാം.